ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനി യൂജിൻ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരു നൈറ്റ് ക്രീമാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. നൈറ്റ് ക്രീം നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തന്നെ ഒരു ഈസി ആയിട്ടൊരു നൈറ്റ് ക്രീം ഉണ്ടാക്കിയാലോ. അപ്പോൾ ഈ ഒരു നൈറ്റ് ക്രീം നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ചർമ്മത്തിലുണ്ടാകുന്ന കേടുപാടുകളൊക്കെ മാറാനായിട്ട്, ചെറിയ വരകളും ചുളിവുകളും അതുപോലെ തന്നെ ഏജിങ്ങിൻ്റെ പ്രശ്നങ്ങൾ, നിറവ്യത്യാസം, കരിവാളിപ്പ് ഇതെല്ലാം മാറിയിട്ട് നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നസ്സോടുകൂടി രാവിലെ ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീമാണിത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും അടുക്കളയിലുള്ള ഒന്നാണ് ഉലുവ. ഉലുവ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫേസ് പാക്കുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മളിന്ന് ക്രീമായിട്ടാണ് തയ്യാറാക്കുന്നത്. ഇതാണ് കുറച്ചുകൂടി എനിക്ക് നല്ലതായിട്ട് തോന്നിയത്. അപ്പം നമ്മൾ 2 ടേബിൾ സ്പൂൺ ഉലുവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഉലുവ ഒന്ന് കുതിരാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് കുറച്ച് സമയം ഒന്ന് വയ്ക്കുക. ഇപ്പോൾ നമ്മൾ രാവിലെയാണ് ഈ ഒരു ക്രീം ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് രാത്രി കുതിർത്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ഈ ഉലുവ കുതിർത്ത് വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് നമ്മൾ അടപ്പത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടിയൊക്കെ ചേർക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഉലുവയുടെ തന്നെ നല്ലൊരു കളറും കാര്യങ്ങളൊക്കെയാണിപ്പോൾ. അപ്പോൾ നൈറ്റ് ക്രീമൊക്കെ ഉണ്ടാക്കി നമ്മൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ വാങ്ങി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം കൂടി ഇതിനിടയ്ക്ക് പറയാം. അപ്പോൾ നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം വേണം ഈ ഒരു ഫേസ് ക്രീം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. മുഖത്ത് പൊടിയോ അതുപോലെ മേക്കപ്പിൻ്റെ അവശിഷ്ടങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. മിക്കവാറും നൈറ്റ് ക്രീമുകളൊന്നും കണ്ണിന് ചുറ്റുമുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നാണ്. പക്ഷേ നമ്മുടെ ഈ ഒരു ക്രീം കണ്ണിന് ചുറ്റും കൂടി അപ്ലൈ ചെയ്യാവുന്ന രീതിയിലാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ പച്ചമഞ്ഞൾ പൊടിച്ചെടുത്തതാണ് ചേർക്കുന്നത്. അടുത്തതായിട്ട് 1 സ്പൂൺ കസ്തൂരി മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടി ചേർക്കുക. അത് നല്ല അടിപൊളി റിസൾട്ടാണ്. കസ്തൂരി മഞ്ഞൾ ഇല്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അതിന് ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് 2-3 മിനിറ്റിന് ശേഷം നമുക്കിത് തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇത് ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ തുണിയിൽ കെട്ടിയിട്ട് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ സത്തുകൾ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇത്രയും ജ്യൂസാണ് കിട്ടിയിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് അലോവേര ജെല്ലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഏകദേശം ഒരു ക്രീമി കൺസിസ്റ്റൻസി വരത്തക്ക രീതിയിൽ നമുക്ക് അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവനുസരിച്ചായിരിക്കുമല്ലോ നമുക്ക് കിട്ടുക. അപ്പോൾ അതനുസരിച്ച് എടുക്കുക. ഇനി നമുക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതുണ്ടെങ്കിൽ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കൂടി പൊട്ടിച്ചൊഴിക്കുക. അപ്പോൾ ഞാനിവിടെ അതിൻ്റെ ഓയിൽ ഉള്ളതുകൊണ്ട് ഒരല്പം ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മുടെ കണ്ണിനടിയിലെ കറുപ്പ് മാറാനായിട്ടും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ വെയിലേറ്റിട്ടുണ്ടാകുന്ന കരിവാളിപ്പ് കാര്യങ്ങളൊക്കെ 10 ദിവസം കൊണ്ട് തന്നെ നമുക്കതൊക്കെ നല്ല ക്ലീനായി കിട്ടാനായിട്ട് ഈ ഒരു നൈറ്റ് ക്രീം റെഗുലറായിട്ട് യൂസ് ചെയ്താൽ മതി. സ്കിന്നിൻ്റെ കളർ നല്ല രീതിയിൽ തന്നെ മെച്ചപ്പെടും. ഇത് നമുക്കൊരു ബോട്ടിൽ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. എനിക്ക് നന്നായിട്ട് ഇത് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുക. ഇത് കണ്ണിൻ്റെ അടിയിൽ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ വാങ്ങുന്ന ക്രീമാണെങ്കിലും ഉണ്ടാക്കുന്ന ക്രീമാണെങ്കിലും എല്ലാം നമുക്ക് കണ്ണിൻ്റെ അടിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കരിവാളിപ്പൊക്കെ ഒറ്റ രാത്രി കൊണ്ട് തന്നെ മാറിക്കിട്ടും. അതുപോലെ കയ്യിലും കാലുകളിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. കയ്യിലേക്ക് ചുളിവുകളും കാര്യങ്ങളും ഒക്കെ മാറിക്കിട്ടാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഉടനെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.